സ്കൂൾ ബസ്സുകളിൽ ക്യാമറ സ്ഥാപിക്കുന്നത്. സ്കൂൾ കുട്ടികളുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വാഹനങ്ങളിൽ മുൻവശത്തും പുറകിലും അകത്തും ക്യാമറ വയ്ക്കണമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നതിനാൽ പ്രസ്തുത നിർദ്ദേശം പിൻവലിക്കണമെന്ന ആവശ്യം പരിഗണിക്കാൻ ആകില്ല. വിവിധ എയ്ഡഡ് സ്കൂളുകൾ മാനേജ്മെൻറ്റ് അസോസിയേഷനുകളുമായി കഴിഞ്ഞ ദിവസം പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ചർച്ച നടത്തുകയുണ്ടായി. എയ്ഡഡ് സ്കൂളിലെ ഭിന്നശേഷി നിയമനം സംബന്ധിച്ചുള്ളതായിരുന്നു ബഹുമാനപ്പെട്ട യോഗം ചർച്ച ചെയ്തത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും പുറപ്പെടുവിച്ച ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലാണ് RPWD ആക്ടിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായി സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകൾ ഭിന്നശേഷി വിഭാഗത്തിലുള്ളവരെ നിയമിക്കുന്നത് സംബന്ധിച്ച് സർക്കാർ തുടർ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു പോരുന്നത്. സർക്കാർ ഇക്കാര്യത്തിൽ തുറന്ന മനസ്സാണുള്ളത്. സുപ്രീം കോടതി വിധിയും അതുപോലെ RPWD ആക്ടിൽ പറയുന്ന വ്യവസ്ഥകളും നിർബന്ധമായി നടപ്പിലാക്കണമെന്ന നിലപാടാണ് ഗവൺമെൻറ്റിനുള്ളത്. എന്നാൽ പല മാനേജ്മെൻറ്റുകളും ഈ കോടതി വിധികളെയും ഭിന്നശേഷി ആക്ടിനെയും അതിൽ വെള്ളം ചേർക്കുവാനും സമയത്തിന് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിന് പകരം ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചില പരിശ്രമങ്ങൾ ബോധപൂർവം നടക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ആഴ്ച തന്നെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് തുടങ്ങിയത് മുതൽ ഏറ്റവും അവസാനം സുപ്രീം കോടതി NSSൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പുറപ്പെടുവിച്ച വിധിന്യായം അടക്കം വച്ചുകൊണ്ടുള്ള ഒരു കൈപ്പുസ്തകം ഇറക്കുന്നതാണ്. ആ കൈപ്പുസ്തകത്തിൽ ഗവൺമെൻറ് ഇറക്കിയ ഉത്തരവുകൾ, വിദ്യാഭ്യാസ ഡയറക്ടർ ഇറക്കിയിട്ടുള്ള ഉത്തരവുകൾ, കോടതി വിധികൾ എല്ലാം തന്നെ അതിൽ ഒരു സംശയത്തിനും ഇട നൽകാത്ത രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭിന്നശേഷി വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികളുടെ നിയമനം മൂലം മറ്റു നിയമനങ്ങൾ തടസ്സം കൂടാതെ നടത്തുന്നതിനുള്ള നടപടികളും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട്. സംസ്ഥാനത്തെ ഓരോ എയ്ഡഡ് സ്കൂളിലും ഭിന്നശേഷി നിയമനം പൂർണ്ണമായും പാലിക്കപ്പെടുന്നതുവരെ 2018 നവംബർ 18-നും 2021 നവംബർ 8-നും ഇടയിലെ ഒഴിവുകളിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർക്ക് ശമ്പള സ്കെയിലിൽ പ്രൊഫഷണലായും 2021 നവംബർ 8-ന് ശേഷം ഉണ്ടായ ഒഴിവുകളിൽ നിയമിക്കപ്പെട്ടവർക്ക് ദിവസവേതന അടിസ്ഥാനത്തിലും നിയമനം നൽകുന്നതിനുമാണ് ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഭിന്നശേഷി വിഭാഗം ഉദ്യോഗാർത്ഥികളെ ലഭ്യമാക്കി ബാക്ക്ലോഗ് പരിഹരിച്ച് മാനേജർമാർ നിയമിക്കുകയും പ്രസ്തുത ഉദ്യോഗാർത്ഥിക്ക് അംഗീകാരം ലഭിക്കുകയും ചെയ്യുന്ന മുറയ്ക്കോ RPWD ആക്ട് 2016 സെക്ഷൻ 34(2) പ്രകാരം നടപടികൾ പൂർത്തീകരിക്കുന്ന മുറയ്ക്കോ പ്രസ്തുത കാറ്റഗറിയിൽ പ്രൊഫഷണലായി തുടരുന്ന മറ്റ് നിയമന തീയതി മുതൽ വിദ്യാഭ്യാസ ഓഫീസർ പരിശോധിച്ച് റെഗുലറൈസ് ചെയ്യാവുന്നതാണ്. ഈ ചട്ടപ്രകാരം റെഗുലറൈസ് ചെയ്യേണ്ട ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ റെഗുലറൈസ് ചെയ്തില്ലെങ്കിൽ കർശനമായ നടപടി ആ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ സ്വീകരിക്കുന്നതാണ്. പ്രൊഫഷണൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിച്ച ജീവനക്കാർക്ക് ചട്ടപ്രകാരം സാധ്യമായ എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്നതിനുള്ള നടപടികൾ ഇനി പ്രകാരം ചെയ്യേണ്ടതാണ്. പ്രൊഫഷണലായ ശമ്പള സ്കെയിലിൽ നിയമനാധികാരം ലഭിച്ച ജീവനക്കാർക്ക് പെൻ നമ്പർ അനുവദിക്കുന്നതിനും ചില സ്ഥലങ്ങളിൽ പെൻ നമ്പർ കൊടുക്കുന്നില്ല. KSEPF അംഗത്വം, ഗ്രൂപ്പ് ഇൻഷുറൻസിൽ അംഗത്വം നൽകുന്നതിനും 2024 ഏപ്രിൽ 3-ൽ ഉത്തരവായിട്ടുണ്ട്. താൽക്കാലിക നിയമനം ലഭിച്ച ജീവനക്കാർക്ക്
അതേ മാനേജ്മെൻറ്റിന് കീഴിലുള്ള മറ്റു സ്കൂളുകളിലെ വ്യവസ്ഥാപിത ഒഴിവുകളിലേക്ക് നിലവിലുള്ള രീതിയിൽ തന്നെ തുടരാമെന്ന വ്യവസ്ഥയിൽ സ്ഥലം മാറ്റം അനുവദിക്കാവുന്നതാണ് എന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ സമരവുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. പ്രൊഫഷണലായി നിയമനാംഗീകാരം ലഭിച്ച ജീവനക്കാർക്കുള്ള സ്കൂളുകളിൽ അതാത് മാനേജ്മെൻറ്റിൽ ഉയർന്ന തസ്തികകളിൽ ഒഴിവുണ്ടാകുമ്പോൾ സീനിയോറിറ്റി അനുസരിച്ച് പ്രൊഫഷണലായി നിയമനാംഗീകാരം ലഭിച്ചവരാണ് അർഹരാകുന്നതെങ്കിൽ അവർക്ക് ഉയർന്ന തസ്തികയിൽ ചട്ടം 43-ൽ പ്രൊമോഷന് അവകാശമുള്ളതായി കണക്കാക്കി പ്രൊഫഷണലായി നിയമനാംഗീകാരവും തസ്തികയിലെ ശമ്പളവും അനുവദിക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശമ്പള സ്കെയിലിൽ പ്രൊഫഷണലായി നിയമനാംഗീകാരം ലഭിച്ച അധ്യാപകർക്ക് KER-ൽ നിഷ്കർഷിച്ചിട്ടുള്ള വ്യവസ്ഥകൾ പ്രകാരം അവധി ആനുകൂല്യങ്ങൾ നൽകുന്നതിനും സർക്കാർ 2025 സെപ്റ്റംബർ 12 കത്ത് പ്രകാരം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിച്ചവർക്കും ഈ ആനുകൂല്യം നൽകിയിട്ടുണ്ട്. നായർ സർവീസ് സൊസൈറ്റി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെ ഫയൽ ചെയ്ത ഹർജിയിൽ 2025 മാർച്ച് 4 പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ ഭിന്നശേഷിക്കാർക്ക് സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകൾ ഒഴിച്ച് മറ്റൊഴിവുകൾ നിയമനങ്ങൾ നടത്തുന്നതിനായി നൽകിയിട്ടുള്ള അനുമതി നായർ സർവീസ് സൊസൈറ്റി മാനേജ്മെൻറ്റിന് കീഴിലുള്ള എയ്ഡഡ് സ്കൂളുകൾക്ക് മാത്രമാണ് ബാധകമെന്നതാണ് സർക്കാരിന് ലഭിച്ച നിയമോപദേശം. ആയതനുസരിച്ചാണ് സർക്കാർ തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നത്. സുപ്രീം കോടതിയുടെ വിധിപ്രകാരം ഭിന്നശേഷി സംവരണം സംബന്ധിച്ച് നിയമനങ്ങൾ സമയബന്ധമായി നടത്തുന്നതിനും കാലതാമസം ഒഴിവാക്കുന്നതിനും ജില്ലാതല സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്.